ഹായ് ഡിയേഴ്സ്. സോ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് ഫേസ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. ഓക്കെ, വലിയ ചേഞ്ചുകളൊന്നും ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരാൻ സാധ്യതയില്ല. ഇത് തന്നെയാവണം ലാസ്റ്റ് റാങ്ക്, ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ കുറെ വർഷങ്ങളെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലോസിംഗ് റാങ്ക്, അതും കാറ്റഗറി വൈസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. കമ്പ്യൂട്ടർ സയൻസും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബ്രാഞ്ചുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഒരുപാട് ഡിമാൻഡിങ് ആണ്, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ക്ലോസിംഗ് റാങ്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 3120 ആണ്. അതിൽ തിരുവനന്തപുരം കോളേജ് എടുക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് 388 റാങ്കിന് മാത്രമാണ് ഗവൺമെന്റ് സീറ്റ് എഞ്ചിനീയറിംഗിന് കമ്പ്യൂട്ടർ സയൻസിന് കിട്ടിയിരിക്കുന്നത്. ദെൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിന്റെ ക്ലോസിംഗ് റാങ്ക് 773 ആണ്. TKMന്റെ ക്ലോസിംഗ് റാങ്ക് 1257 ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഡിമാൻഡിങ് ആണ്. ടോപ്പ് റാങ്കിന് മാത്രമാണ് ഈ ഒരു സ്ട്രീം, ഈ ഒരു ബ്രാഞ്ച് കിട്ടിയിരിക്കുന്നത്. ഇഴവ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 8533 ആണ്. അതിൽ തിരുവനന്തപുരത്തെ ക്ലോസിംഗ് റാങ്ക് 664 ആണ്. മുസ്ലിം കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 4889 റാങ്കിന് വരെ കിട്ടിയിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരത്തിന്റെ ക്ലോസിംഗ് 477 മാത്രമാണ്. അതേപോലെ TKM നോക്കുകയാണെങ്കിൽ കൊല്ലത്തെ ക്ലോസിംഗ് 1418 ആണ്. ഓരോ കോളേജും എടുത്താലും ഒരു 2000 റേഞ്ചിനൊക്കെയാണ് വന്നിരിക്കുന്നത്. മൂന്നോ നാലോ കോളേജിൽ മാത്രമാണ് 4000 റാങ്കിന് കിട്ടിയിരിക്കുന്നത്. യെസ്, അടുത്തത് ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയാണ്. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയുടെ ക്ലോസിംഗ്, അതായത് ഈ ഒരു റാങ്കിനാണ് അവസാനമായിട്ടൊരു ഗവൺമെന്റ് സീറ്റ് കിട്ടുന്നത്. ഏകദേശം 7398 റാങ്കിന് വരെ ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇടുക്കിയിലാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. LA കാറ്റഗറി ഇടുക്കിയിൽ തന്നെയാണ് ക്ലോസിംഗ് 23750. 23448 വയനാടും കിട്ടിയിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തിന്റെ ക്ലോസിംഗ് റാങ്ക് 970 ആണ്. യെസ്, ധീവര കാറ്റഗറി 24000 റേഞ്ചിന് കിട്ടിയിട്ടുണ്ട്. 26000 ഇടുക്കിയിലും 24000 വയനാടും കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ ക്ലോസിംഗ് 1016 ആണ്. കൊല്ലത്തിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 2548. TKMന്റെ ക്ലോസിംഗ് റാങ്ക് ആണ്. യെസ്, അടുത്തത് വിശ്വകർമ്മ കാറ്റഗറിയാണ്. 10282 ഇടുക്കിയിൽ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ വയനാട് 9049 കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ കോളേജിലും ഒരു 4000-3000 റേഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത്. 808 തിരുവനന്തപുരത്ത് കിട്ടിയിരിക്കുന്നത്. 1856 മാത്രമാണ് TKMൽ കിട്ടിയിരിക്കുന്നത്. ബാക്കി എല്ലാ കോളേജുകളും എടുക്കുകയാണെങ്കിൽ 2000, 3000, 4000 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. യെസ്, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറിയുടെ 30914 ക്ലോസിംഗ്. വയനാട്ടിലാണ് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. 25000 ഇടുക്കിയിൽ, 490 തിരുവനന്തപുരത്ത്, 3102 TKMൽ. യെസ്, KN കാറ്റഗറി. KN എന്ന് പറയുന്നത് കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. യെസ്, കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിൽ 31364 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഫേസ് ആണ്, അതും പ്രൊവിഷണൽ ആണ്. പ്രൊവിഷണൽ എന്ന് പറയാൻ കാരണം എന്തെങ്കിലും പരാതികൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതികളൊക്കെ അറിയിക്കാവുന്നതാണ്. ഇന്ന് 2 മണി വരെ, 8-ാം തീയതി 2 മണി വരെയാണ്. വീഡിയോ നിങ്ങൾ എന്താണ് കാണുന്നതെന്ന് അറിയില്ല. ഓക്കെ, 2 മണി വരെയാണ് ടൈം ഉള്ളത്. അതിനുശേഷം ഫസ്റ്റ് ഫേസ് പബ്ലിഷ് ചെയ്യും. ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഉടനെ തന്നെ വരും. യെസ്, റെഡി. അടുത്തത് KU കാറ്റഗറി 55132 ക്ലോസിംഗ്. വയനാട്ടിലാണ് ക്ലോസിംഗ്. തിരുവനന്തപുരത്ത് 2593. STയുടെ ക്ലോസിംഗ് 41249. STയുടെ 47858. EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ 18437 ഇടുക്കിയിലും 18325 വയനാടും കിട്ടിയിട്ടുണ്ട്. റെഡി. യെസ്, തിരുവനന്തപുരത്തെ ക്ലോസിംഗ് റാങ്ക് 1248. ഓക്കെ, ആൻഡ് അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡേറ്റ സയൻസ് ആണ്. ഡേറ്റ സയൻസ് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ 4186 ആണ് ജനറൽ, 5200 ഇഴവ. പിന്നെ എല്ലാം നോക്കുകയാണെങ്കിൽ 4000, 5000 റേഞ്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ധീവര 16000 കിട്ടിയിട്ടുണ്ട്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 11000 കിട്ടിയിട്ടുണ്ട്. KN 24000. KU കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ് 21000. SC 27000. ST 58346. ഇക്കണോമിക്കലി വീക്കർ സെഷൻ പ്രൈവറ്റ് സെക്ടറിൽ 62715 വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ സെൽഫ് ഫിനാൻസിങ് സെക്ടർ നോക്കുകയാണെങ്കിൽ എല്ലാ കാറ്റഗറിയിലും 60000 റാങ്കിന് വരെ സെൽഫ് ഫിനാൻസിങ് ഈ ഒരു സ്ട്രീം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെയും ആദ്യം ഓപ്പൺ കാറ്റഗറിയിലാണ് പരിഗണിക്കുക. ഈ റിസർവേഷൻ ഇല്ലാത്ത, യാതൊരു റിസർവേഷനും ഇല്ലാത്ത ഓപ്പൺ കാറ്റഗറിയിലാണ് പരിഗണിക്കുക. അവിടെ സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് കാറ്റഗറി വൈസ് പരിഗണിക്കുക. റെഡി. യെസ്, ഓക്കെ, നെക്സ്റ്റ് വൺ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ആണ്.
ഗവൺമെന്റ് സെക്ടർ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്, കൊല്ലമാണ്. ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 1971. റെഡി? ഈഴവയുടെ 2400, മുസ്ലിം കാറ്റഗറി 2042, ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി 2088, LA 5052, ധീവര 4616, VK 3707, SC 13190, ST 18377 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഗവൺമെന്റ് സെക്ടറിലാണ്. ദെൻ ഗവൺമെന്റ് അണ്ടറിലുള്ള കോളേജുകളുണ്ട്, സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ വരുന്ന കോളേജ് ഉണ്ട്. 64,000 റാങ്കിന് വരെ കിട്ടിയിട്ടുണ്ട് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ. സോ വളരെ സേഫ് ആണ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ. റാങ്കുകാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. ദെൻ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇനിയും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി സ്കോപ്പ് കൂടും. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. ഗവൺമെന്റ് അണ്ടറിലുള്ള കോളേജുകളുണ്ട്, സെൽഫ് ഫിനാൻസിംഗ് ഉണ്ട്. കംപ്ലീറ്റ്ലി ഗവൺമെന്റ് സെക്ടറിൽ വരുന്ന കോളേജ് ഇല്ല. യെസ്. അപ്പോൾ 23,000 തൊട്ട് സെൽഫ് ഫിനാൻസിങ് സെക്ടർ എടുക്കുകയാണെങ്കിൽ 62,000 64,000 റേഞ്ചിന് വരെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഈ ഒരു ബ്രാഞ്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ജനറൽ കാറ്റഗറിയിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 64,000 കിട്ടി. ഓക്കെ, അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമാണ് കാറ്റഗറി വൈസ് നോക്കേണ്ട ആവശ്യം. അപ്പൊ 64,000 റാങ്കിന് വരെ ഈ ഒരു കോഴ്സ് സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിൽ ലഭിച്ചിട്ടുണ്ട്. മക്കൾ നോക്കേണ്ടത് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടുക എന്നുള്ളതല്ല. നല്ല രീതിയിൽ കോളേജിനെ, ക്യാമ്പസിനെ പറ്റി നിങ്ങൾ ക്യാമ്പസ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ സെലക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക, ഓപ്റ്റ് ചെയ്യാവൂ. കാരണം അവിടെ പ്ലേസ്മെന്റും കാര്യങ്ങളും ഉണ്ടോ, നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളാണോ. പ്ലേസ്മെന്റ് ആണ് ഏറ്റവും നന്നായിട്ട് നോക്കേണ്ടത്. നല്ല നല്ല കമ്പനീസിന്റെ പ്ലേസ്മെന്റ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി സാധ്യതകൾ അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ക്യാമ്പസ് സെലക്ട് ചെയ്യുക. കാരണം സീറ്റ്സ് അത്രയും ഉണ്ട്. നമുക്ക് ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ അത്രയധികം സീറ്റുകളും കാര്യങ്ങളും വേക്കൻസിയും ഉണ്ട്. അത്യാവശ്യം ബാക്കിലേക്ക് റാങ്ക് ഉള്ളവർക്ക് പോലും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വെറുതെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചോ ഏതെങ്കിലും ഒരു കോളേജോ ഓപ്റ്റ് ചെയ്ത് വളരെ സെലക്റ്റീവ് ആയിട്ട് തന്നെ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഓക്കെ, ലാസ്റ്റ് വൺ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം നോക്കാം. 31,000 റാങ്ക് തൊട്ട് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് എടുക്കുകയാണെങ്കിൽ 65,000 റാങ്കിന് വരെ ആദ്യ അലോട്ട്മെന്റ് തന്നെ കിട്ടിയിരിക്കുകയാണ്. പ്രൊവിഷണൽ ആണെങ്കിൽ കൂടി ഇത് തന്നെ ആവും ഫൈനൽ. വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ക്ലോസിംഗ് റാങ്ക് ഇതൊക്കെ തന്നെ ആയിരിക്കും. സോ 60,000 റേഞ്ചിന് വരെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ആദ്യ അലോട്ട്മെന്റിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. സോ ഇത്രയുമാണ് ഏകദേശം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി. സൈബർ സെക്യൂരിറ്റിയും കൂടി നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി, സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ 63,000 64,000 റേഞ്ചിന് വരെ 64,599 വരെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ കിട്ടി. ആൻഡ് കല്ലുപ്പാറയൊക്കെ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് അണ്ടറിൽ തന്നെ വരുന്ന കോളേജാണ്, ഗവൺമെന്റ് കൺട്രോളിൽ വരുന്ന കോളേജുകളാണ്. 26,859 അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഗവൺമെന്റ് സെക്ടറിൽ വരുന്ന കോളേജുകൾ അല്ല. N എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിങ്ങൾക്ക് കാണാം. S എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് സെക്ടറാണ്. സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ 60,000 റാങ്കിന് വരെ കിട്ടിക്കഴിഞ്ഞു. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് സിയുടെ വെബ്സൈറ്റ് ത്രൂ അറിയാൻ സാധിക്കുന്നതാണ്. ഓരോ കോളേജിലെയും ലാസ്റ്റ് റാങ്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിലെ ലാസ്റ്റ് റാങ്ക് അറിയണമെന്നുണ്ടെങ്കിൽ സിയുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊവിഷണൽ ആണ്, താൽക്കാലികമാണ്. നമുക്ക് കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. ഇന്ന് 2 മണിയോടുകൂടി പരാതികളും കാര്യങ്ങളും ഒക്കെ എൻഡ് ചെയ്താൽ ഉടനെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ട് തന്നെ ചൂസ് ചെയ്യുക മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.